വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് മുക്കത്തെ ഹോട്ടൽ ഉടമയുടെ പീഡനാശ്രമം ചെറുക്കുന്നതിന് വേണ്ടി യുവതി ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് ചാടിയ ആ വാർത്ത. ആ കുട്ടിക്കേറ്റ ഗുരുതര പരിക്ക്. ഇപ്പോൾ ആ കുട്ടി ഹോട്ടൽ ഉടമ ദേവദാസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വരികയാണ്. താഴെ വീണിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ല. ഹോട്ടൽ ഉടമയ്ക്ക് ഒപ്പമുള്ളവർ ഗുരുതരമായി പരിക്കേറ്റ് കിടന്നിരുന്ന തന്റെ കാലിൽ പിടിച്ചു വലിച്ചു. ആളുകൾ ഓടിക്കൂടിയപ്പോൾ മാത്രമാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായത്. ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ താഴെ വീണതെന്നാണ് ആശുപത്രിയിൽ ഹോട്ടൽ ഉടമ പറഞ്ഞത്. ോട് സത്യം പറഞ്ഞപ്പോൾ തന്നെ ഉപേക്ഷിച്ച് ദേവദാസും സംഘവും ഹോട്ടലിൽ നിന്ന് മുങ്ങിയെന്നും യുവതി ന്യൂസ് 18 പറഞ്ഞു. എൻ്റെ കൈ പിടിച്ചിട്ട് ആളുടെ നേരെ പിടിച്ച് വലിക്കാൻ നോക്കിയാണ്. ഫോൺ ഉണ്ടായിരുന്നു എൻ്റെ ഒരു കയ്യിൽ. ഞാൻ ഇങ്ങനെ ആളെ തള്ളി മാറ്റായിരുന്നു. അപ്പോൾ ആളെ ഫോൺ പിടിച്ചു. പിടിവലിക്കിടയിലാണ് സ്ക്രീൻ റെക്കോർഡിൽ ഗെയിം മിനിമൈസായിട്ട് ക്യാമറ ഓണായത്. അതിൽ അയാളുടെ ഫേസും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ അയാൾ സ്ക്രീൻ ലോക്കാക്കിയിട്ട് ഫോൺ അയാളുടെ പോക്കറ്റിലിട്ടപ്പോൾ റെക്കോർഡിങ് നിന്ന് പോയത്. എന്നിട്ട് അതാക്കി കഴിഞ്ഞിട്ട് അയാൾ പിന്നെ എന്നെ പിടിക്കാൻ നോക്കി. ഞാൻ കരഞ്ഞിട്ട് ആളെ തള്ളിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറകിലുള്ള ആളുടെ ടാപ്പ് പിടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മേടിച്ചിട്ട് ആളെൻ്റെ നേരെ വരുമായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് സൺഷെയ്ഡ് ഉണ്ടാവുമല്ലോ, അതിൽ ആദ്യം ഒരു കാല് വെച്ചിട്ട് മറ്റേ കാലം അവിടെ വയ്ക്കാൻ നിന്നില്ല. ഞാൻ ഡയറക്റ്റ് തന്നെ താഴോട്ട് പോയി. പിന്നെ ഇടുപ്പിൻ്റെ ഇവിടെ കുത്തിയിട്ട് ഞാൻ വീഴുന്ന മുട്ട് കുത്തിയിട്ട് തല എന്തോ ഭാഗ്യത്തിന് അടിച്ചിട്ടില്ല. അവിടെ വീണ് കഴിഞ്ഞിട്ട് കുറച്ച് ജീവൻ്റെ എണീറ്റ് ഓടാന്നുള്ള ഇതിലായിരുന്നു ഞാൻ. എണീറ്റ് ഓടാൻ നോക്കിയപ്പോൾ കാലെൻ്റെ കൂടെ വരുന്നില്ല. കാലവിടെ ഇങ്ങനെ ഇതായിട്ട് കിടക്കുക. എത്ര നോക്കിയിട്ട് വരില്ല. വേദന കൊണ്ട് ഞാൻ പിന്നെയും കരഞ്ഞു. രക്ഷിക്കണമെന്ന് അറിഞ്ഞിട്ട് ഞാൻ കരഞ്ഞു. അയാളുടെ ജ്യേഷ്ഠൻ്റെ വീടൊക്കെ ഉണ്ട് തൊട്ടടുത്ത്. അങ്ങോട്ട് നോക്കിയിട്ടെല്ലാം ഞാൻ ഉറക്കെ കരഞ്ഞു. ആ സമയത്തൊന്നും ആരും വന്നില്ല. അപ്പോൾ ഈ റിയാസ് എന്ന് പറഞ്ഞ അയാളാണ് ആദ്യം ഇറങ്ങി വരുന്നത്. അയാൾ ഇറങ്ങി വന്നിട്ട് ആ കിടന്നിടത്ത് തന്നെ വീണ്ടും വലിച്ചു. കാലിൽ പിടിച്ച് വലിക്കാൻ നോക്കി. ഓൾറെഡി ഇഞ്ചോർഡായിട്ടുള്ള കാലായത് കാരണം എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. വീണ്ടും ഉറക്കെ കരഞ്ഞപ്പോൾ അയാളെൻ്റെ വാപത്തി ഞാൻ കടിക്കാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ കൈ വലിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ചെസ്റ്റിൻ്റെ ഇവിടെ നോക്കിയിട്ട് എന്നെ പൊക്കാൻ നോക്കി. എന്നിട്ട് അപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആരോ വന്നു. എന്താണെന്ന് വെച്ചിട്ട് ടോർച്ച് അടിച്ചത് ഒരു ചേട്ടൻ എന്തോ വന്നു. അത് കഴിഞ്ഞ് പിറകെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ അവിടെ ആൾക്കാരൊക്കെ കൂടി. അപ്പോൾ ആ സമയത്ത് ഇവരൊക്കെ പുറത്തിറങ്ങിയിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണതാണെന്ന് പറഞ്ഞു. എൻ്റെ ഫോൺ അപ്പോഴും അയാളുടെ പോക്കറ്റിലാണ്. എന്നാൽ എനിക്കതൊന്നും പറയാനുള്ളൊരിതൊന്നും അപ്പോൾ കിട്ടിയില്ല. വേദന കൊണ്ട് പൊളയായിരുന്നു. ഒന്നാമത് അയാൾ ഇത് പറ്റിയ കാലം അയാൾ വലിച്ചത് കാരണം എനിക്ക് വീണ്ടും നല്ല വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ആരോ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേന്ന് പറഞ്ഞപ്പോൾ ഇവർ 3 പേരും ഒന്നും ഹോസ്പിറ്റലിൻ്റെ കാര്യമൊന്നും മിണ്ടുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേന്ന് ചോദിച്ചപ്പോൾ അവർ ഒരു കസേര എന്തോ എടുത്തിട്ട് അതിൽ കയറ്റിയിരുത്തിയിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് റോഡ് സൈഡ് അയാളുടെ വണ്ടി ഉണ്ട്. അയാളുടെ വണ്ടി തന്നെ കൊണ്ടുപോയത്. അയാളുടെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് കൊണ്ടുപോകും. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇയാൾ പറയുന്നുണ്ട്, നമ്മളെ കരയല്ലേ, അങ്കിളില്ലേ കരയല്ലേ. തിരിച്ച് ഒന്നും ഞാൻ മിണ്ടിയില്ല. ഒന്നത് വേദനയായിരുന്നു. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കാഷ്വാലിറ്റി അവിടെ അകത്ത് കയറിയ ഉടനെ ഞാൻ പറഞ്ഞു, ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നവരെ എന്നെ ഉപദ്രവിച്ചതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഫോൺ അയാളുടെ കയ്യിലുണ്ട്, അതൊന്ന് മേടിച്ച് തരണം, എല്ലാം എൻ്റെ എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ ഫോൺ മേടിക്കുക ഡോക്ടർ പോയി. ഡോക്ടർ മേടിച്ചപ്പോൾ ആണെന്ന് തോന്നുന്നു. അതിൽ പിന്നെ ആളെ കണ്ടിട്ടില്ല. അയാളെന്നെ അവിടെ ഇട്ടിട്ട് പോയി. ആശുപത്രിയിലും തനിക്ക് ചികിത്സ ലഭിച്ചില്ലെന്നാണ് യുവതി പറയുന്നത്. മുറിവിന് മരുന്ന് വച്ചതല്ലാതെ ഒന്നും ചെയ്തില്ല. കിടക്ക പോലും ലഭിച്ചില്ല. രാവിലെ ബന്ധുക്കൾ എത്തിയ ശേഷമാണ് പരിശോധന നടത്തി ICUവിലേക്ക് മാറ്റിയത്. അവിടെ മാറ്റിയിട്ട് ഇതന്നെ അവസ്ഥ. എൻ്റെ കൈമുട്ടിനുള്ള മുറിവിൽ മാത്രം അവരൊരു പഞ്ഞി എന്തോ ബാൻഡേജ് എന്തോ വെച്ച് തന്നു. പിന്നെ ഒരു ഗ്ലൂക്കോസും കയറ്റി തന്നു. നല്ല ബെഡ് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ കിടന്നിട്ട് ഇവിടെ നല്ല വേദന വെച്ച് ഞാൻ പുലർച്ചെ വരെ ഞാൻ അന്ന് ഉറങ്ങി ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് എൻ്റെ ഫോണൊക്കെ ചാർജ് ചെയ്തിരുന്ന് ഓഫായിപ്പോയി. ആരെയും വിളിക്കാനൊന്നും പിന്നൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ രാവിലെ ആയപ്പോൾ അച്ഛൻ വന്നില്ല. അമ്മാവനും അമ്മയും അച്ഛനും കൂടെ വന്നു. പിന്നെയാണ് എൻ്റെ കാല് നോക്കുന്നതും എക്സ്റേ എടുക്കുന്നത്, CT സ്കാൻ എടുക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നത് സീരിയസ് ICUവിൽ കൊണ്ടുപോകണം. എന്നിട്ട് 5 ദിവസം ICUവിൽ കിടന്നു. പിന്നെ 2 ദിവസം ഒരു വാർഡിൽ ICUവിൻ്റെ എന്തോ വാർഡിൽ കിടന്നു. പിന്നെ എന്നിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. മുമ്പ് ദേവദാസിൽ നിന്നും കടം വാങ്ങിയ പണത്തിന്റെ പേരിൽ തന്നെ ഭീഷണിപ്പെടുത്താറുണ്ടെന്ന് യുവതി പറയുന്നു.
അപകടമാണെന്നറിഞ്ഞിട്ടും പണം തിരികെ കൊടുക്കാനുള്ളതിന്റെ പേരിൽ തനിക്ക് ജോലിക്ക് പോവാൻ നിർബന്ധിതമാവേണ്ടി വന്നുവെന്നും യുവതി പറയും. ഒരു വർഷം മുമ്പ് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നത്. ആ സമയം മുതൽ ഇത് തുറക്കുന്നത്, അതായത് ഡിസംബർ 22-ന് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു ഇതിന് വേണ്ടിയിട്ട്. വേറെ എവിടെയും എനിക്ക് ജോലിക്ക് പോകാൻ ഞാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു പോകണ്ട, ഞാൻ മാസം ഒരു പോക്കറ്റ് മണി തരാം. ഞാൻ പറഞ്ഞു വേണ്ട, അതൊന്നും വേണ്ട, ഞാൻ PSCയുടെ എന്തെങ്കിലും നോക്കുന്നില്ല. അപ്പോൾ അതൊന്നും നോക്കണ്ട, ഈ ജോലി തന്നെ ഇതാവും, നമ്മളിത് ഞാൻ പ്രൊമോഷനൊക്കെ തന്ന് ഇതിൽ തന്നെ നമുക്ക് നന്നായിട്ട് പോവാം, അങ്ങനെ രീതിയിൽ പറഞ്ഞ് ഇയാൾ പോക്കറ്റ് മണിയൊക്കെ അയച്ചു തരാനൊക്കെ തുടങ്ങി. അപ്പം ഇങ്ങനെ അയച്ചു തരുമ്പോൾ എല്ലാവരും അറിയുന്നവരാണെങ്കിൽ പറയും ഇയാൾ എന്തിനാ ജോലി പോലും ചെയ്യാണ്ട് ഇങ്ങനെ പോക്കറ്റ് മണിയൊക്കെ അയച്ചു തരുന്നതാണ്. അങ്ങനെ ഒരു ദിവസം പിന്നെ എൻ്റെ അമ്മയൊക്കെ വിളിച്ച് സംസാരിച്ചു ഇയാളോട്. അപ്പോൾ ഇയാൾ പറഞ്ഞു പിന്നെ നല്ല മോളാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ മോളെപ്പോലെ ഞാൻ കാണുന്നത്, അയാൾക്ക് എൻ്റെ പ്രായമുള്ളൊരു മോളുണ്ട്, അപ്പോൾ അതുപോലെ ഞാൻ കാണുന്നത്, പിന്നെ അവളുടെ എല്ലാ ഇനി എൻ്റെ സ്ഥാപനത്തിൽ വരാൻ പോകുന്ന സ്റ്റാഫെല്ലാം അവളുടെ എല്ലാ ഇതും ഞാൻ ചിലവെല്ലാം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഗുരുതര ആരോപണമാണ് ആ യുവതി ഉന്നയിക്കുന്നത്. ഈ സുഹൃത്തുക്കൾ ഈ യുവതിയെ കാണാൻ ഹോട്ടലിലെത്തുന്നത് ദേവദാസിനെ പ്രകോപിപ്പിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. മുമ്പ് സുഹൃത്തുക്കൾ എത്തിയ CCTV ദൃശ്യങ്ങൾ കൈവശം വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു. ഈ അപകടത്തിന് ശേഷം ദേവദാസ് തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും യുവതി പറയും. പിന്നെ ഇതൊക്കെ നടക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ഇയാൾ എന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ അത് അന്ന് വേറെ ആരോ വന്ന് കൊന്നതാണോ എന്ന് പറയാൻ. ഓൾറെഡി അല്ലെങ്കിൽ അന്നത്തെ CCTV റെക്കോർഡുണ്ട്. അതൊരു 16-ാം തീയതി അങ്ങനെ നടന്ന സംഭവം, ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് അവിടെ കൂടിയത്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാൾ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയാൾ പറയുന്നുണ്ട് ആ സമയത്ത് അവിടെ വേറെ ആരോ വന്നു, അയാളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന അവിടുത്തെ CCTV എന്ത് വേണേലും ചെക്ക് ചെയ്യാം. അതുമല്ല ഞാൻ ഗെയിം കളിക്കുന്നുണ്ടല്ലോ, അത് അരമണിക്കൂർ ഓടിക്കൊണ്ടിരിക്കുന്ന ഇതായിരുന്നു. അതിലൊരു ആൾ വന്ന ഭാഗം മാത്രമാണ് ഞാൻ കട്ട് ചെയ്തിട്ട് തന്നിട്ടുള്ളത്. ഗുരുതരമായ ആരോപണങ്ങളാണ്. നേരത്തെയും ഈ തരത്തിൽ ബ്ലാക്ക്മെയിലിംഗ് ശ്രമങ്ങൾ ഉണ്ടാകുന്നു. ഒടുവിൽ ഗതികേട് കൊണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ട് കൊണ്ട്, തൻ്റെ ഗതികേട് കൊണ്ട് അവിടെ ജോലിക്ക് തുടരേണ്ടി വരുന്നു എന്ന നിസ്സഹായാവസ്ഥയാണ് പെൺകുട്ടി പങ്കുവയ്ക്കുന്നത്. ഒപ്പം താൻ നേരിട്ട ദുരിത കഥകൾ അവരൊന്നൊന്നായി തുറന്നു പറയുകയാണ്. MS ഹരീഷ് കുമാർ